ഇനി രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം. റസൂലുള്ളാഹിയെ കുറിച്ച് ഇവരെന്ത് വിശ്വസിക്കുന്നു? റസൂലുള്ള സാധാരണക്കാരനാണ്, നമ്മളെ പോലത്തെ മനുഷ്യനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അവർ പറയുന്നു. ഞാൻ എൻ്റെ വക പറയുന്നതല്ല. ഇതാ നിങ്ങൾ നോക്കുക, മുജാഹിദുകൾ ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് മൂന്നാം തരത്തിലേക്ക് കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ വിഭാഗം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി അതിന്റെ 25-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു, എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. ഒരു സംശയത്തിനും അവകാശമല്ല. സാധാരണ മനുഷ്യനായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയത്തിനും അവകാശമല്ല. ഇനി നിങ്ങൾ നോക്കുക, 1988 ഫെബ്രുവരി 12 ഷബാബ് ISM എന്ന് പറയുന്ന മുജാഹിദ് യുവ വിഭാഗത്തിന്റെ ഔദ്യോഗിക പത്രമായ ഷബാബിൽ ഡോക്ടർ M. ഉസ്മാൻ പ്രവാചകന്മാർ മനുഷ്യർ തന്നെ എന്ന ഹെഡിങ്ങിൽ എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, സാധാരണ മനുഷ്യർക്ക് മാതൃകയാകേണ്ട പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെ ആയിരിക്കണം. സാധാരണ മനുഷ്യർക്ക് മാതൃകയാകേണ്ട പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെ ആയിരിക്കണം. സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാം വളരെ വ്യക്തമായി ചിന്തിക്കണം സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാർക്ക് സാധാരണ മനുഷ്യന്റെ കേൾവി എത്രയാണോ അതേ കേൾവിയിലധികം ഒന്നും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ M. ഉസ്മാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ, മുജാഹിദുകൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾ എന്ന പുസ്തകത്തിൽ റസൂലുള്ള അടക്കം എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെ എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇസ്ലാം മതത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന പ്രവാചകൻ ഒരിക്കലും ഈ അവസ്ഥയിലുള്ളയാളല്ല. മറിച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും, അവിടുത്തെ കണ്ണ് സാധാരണക്കാരന്റെ കണ്ണുപോലെയല്ല. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭക്തിയുടെ അളവ് അതെത്രയാണെന്ന് എനിക്ക് കാണാൻ സാധിക്കും. സാധാരണക്കാരന് മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തിയുടെ അളവ് കാണാൻ സാധിക്കുമെന്ന് മൗലവിമാർക്ക് വാദമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും റസൂലുള്ളാന്റെ കണ്ണിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ രോമത്തെ സംബന്ധിച്ചോ അവിടുത്തെ തുപ്പുനീരിനെ സംബന്ധിച്ചോ അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രത്തെ സംബന്ധിച്ചോ അവിടെ നിന്നിരുന്ന സ്ഥലത്തെ സംബന്ധിച്ചോ വേണ്ട അവിടുന്ന് ജനിച്ച നാടിനെ സംബന്ധിച്ചു പോലും സാധാരണ എന്ന ശൈലിയും സ്വഭാവവും പറയരുതെന്നാണ് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും താല്പര്യം. അല്ലാഹു തആല ഖുർആനിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഒരു നാടിനെ കുറിച്ച് കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. ആ നാടിന്റെ പ്രത്യേകത എന്താണ്? വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നബിയെ തങ്ങൾ ആ നാട്ടിലാണ് ഇറങ്ങിയത് എന്നാണ് ആ നാടിന്റെ പ്രത്യേകത. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയുടെ മുടി, ആ മുടി പോലും സാധാരണയല്ലെന്നും അവിടുത്തെ തുപ്പുനീര് സാധാരണയല്ലെന്നും അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രം സാധാരണയല്ലെന്നും ഒക്കെ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഉണർത്തുന്നു, ഒരു ചെറിയ ഉദാഹരണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ പൊടിയുന്ന വേർപ്പ് കണങ്ങൾ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരു കുപ്പിയിലെടുത്ത് സൂക്ഷിക്കുന്നു. ഉണരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് മുസ്ലിമേ ഇതെടുത്ത് സൂക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് ബറക്കത്തിന് വേണ്ടി കൊടുക്കാനാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നു. ഇത് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് മറ്റുള്ളവരുടെ വിയർപ്പ് പോലെ തന്നെയാണ് എന്റെ വിയർപ്പും എന്നാണോ പഠിപ്പിച്ചത്? അല്ല, അസബ്തി, സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. അസബ്തി, ഉമ്മു സുലൈമേ നീ സത്യം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചത്. അപ്പൊ നമുക്കിവിടെ വാശിയുടെ പ്രശ്നം വരുന്നില്ല, നമുക്കിവിടെ വഴക്കിന്റെ പ്രശ്നം വരുന്നില്ല. ആര് വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നതല്ല, ഈമാനോടുകൂടെ ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾ, മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും മുന്നോട്ട് വെക്കുന്ന റസൂലുള്ളാഹിനെ വിശ്വസിച്ചാൽ അത് ഒറിജിനൽ മുഹമ്മദ് നബി അല്ല. എന്തുകൊണ്ട്? ഒറിജിനൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിന് സാധാരണക്കാരന്റെ കണ്ണിനില്ലാത്ത പ്രത്യേകതയുണ്ടെന്ന് ഹദീസിലുണ്ട്. അവിടുത്തെ വിയർപ്പിന് സാധാരണക്കാരന്റെ വിയർപ്പിനില്ലാത്ത പ്രത്യേകതയുണ്ടെന്ന് ഹദീസിലുണ്ട്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ള സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞത്? ഇത് പറയുമ്പോൾ ചില മൗലവിമാർ ചോദിക്കാറുണ്ട്, അവിടെ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞേക്കാം, എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്നതിനെ നമ്മൾ എതിർക്കുമ്പോൾ ഇവർ ചോദിക്കും, പിന്നെ മുഹമ്മദ് നബി ജിന്നാണോ അല്ലെങ്കിൽ മുഹമ്മദ് നബി മലക്കാണോ? അങ്ങനെ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? മുഹമ്മദ് നബി ജിന്നാണെന്ന് നമ്മൾ പറഞ്ഞോ? മലക്കാണെന്ന് പറഞ്ഞോ? ഇല്ല.
മുഹമ്മദ് നബി മനുഷ്യൻ തന്നെ. പക്ഷെ നാം ചോദ്യം ചെയ്യുന്ന കൺസെപ്റ്റ് സാധാരണ മനുഷ്യൻ എന്നതിനെയാണ്. സാധാരണ എന്ന പ്രയോഗം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നടത്തിയത്? നിങ്ങളുടെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ബുക്കിലും വലിയ ആളുകൾക്ക് വായിക്കാനുള്ള പ്രസിദ്ധീകരണത്തിലും നിങ്ങൾ വ്യക്തമായി എഴുതി വെച്ചില്ലേ? ഇനി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. ജമാഅത്തെ ഇസ്ലാമി 981 ഡിസംബറിൽ ഇറങ്ങിയ അവരുടെ പ്രബോധനത്തിൽ വളരെ വ്യക്തമായി എഴുതി വെക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. വളർന്നു വലുതായതും അങ്ങനെ തന്നെ. മുൻ പ്രവാചകന്മാരെ പോലെ അദ്ദേഹവും പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ അവധിയെത്തിയപ്പോൾ സാധാരണ മനുഷ്യർ മരണപ്പെടുന്നത് പോലെ അദ്ദേഹവും മരണപ്പെട്ടു. ഇതൊക്കെ അവിതർക്കിതമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. നാം നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് സാധാരണ മനുഷ്യൻ ജനിക്കും പോലെയാണോ? അല്ല. നബി തങ്ങൾ ജനിച്ച സമയത്ത് അവിടുത്തെ ജനനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാ ഇസ്ലാമിക ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായയിലും, ഇമാം സുയൂത്തി തന്റെ അൽ ഖസായിസുൽ കുബ്രയിലും, അതുപോലെ ഇമാം അബൂ നുഐം തന്റെ ദലായിലുൻ നുബുവയിലും, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തന്റെ ദലായിലുൻ നുബുവയിലും, ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം തന്റെ താരീഖിലും, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ചരിത്ര പണ്ഡിതന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്തുണ്ടായ ധാരാളം അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, വളർന്നു വലുതാകുമ്പോൾ സാധാരണക്കാരൻ വളരും പോലെയാണോ റസൂലുള്ള വളർന്നത്? വളരെ വ്യക്തമായി ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പക്കാരനായി മക്കയിലൂടെ നടക്കുന്ന സമയത്ത്, മറ്റു രാജ്യങ്ങളിലേക്ക് കച്ചവട ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത്, ശക്തമായ ചൂടുള്ള ദിവസങ്ങളിൽ, വെയിലുള്ള ദിവസങ്ങളിൽ മേഘം നബി തങ്ങൾക്ക് തണലിട്ട് കൊടുക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, എനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ സലാം പറയുന്ന കല്ലുകളെ ഇപ്പോഴും എനിക്കറിയാം. അപ്പൊ സാധാരണക്കാരൻ വളരും പോലെയല്ല റസൂലുള്ള വളർന്നത്. ഇനി സാധാരണക്കാരൻ മരിക്കുമ്പോൾ റസൂലുള്ള മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഏതൊരു പ്രവാചകന്റെയും മരണം നടക്കുന്ന സമയത്ത് മരണത്തിന് അദ്ദേഹം ഓക്കെയാണെന്ന് ആ മലക്കിന് അദ്ദേഹം അനുവാദം കൊടുക്കുന്ന സമയത്ത് മാത്രമേ മലക്ക് റൂഹിനെ പിടിക്കുകയുള്ളൂ എന്ന് സഹീഹുൽ ബുഖാരിയുടെ ഹദീസിലുണ്ട്. അപ്പൊ സാധാരണക്കാരന്റെ മരണം പോലെയല്ല റസൂലുള്ളാഹിന്റെ മരണം. ഇനി അവിടുന്ന് വഫാത്തായതിനു ശേഷം സാധാരണക്കാരന് തന്നെയുള്ള അവസ്ഥ വകവെച്ചു കൊടുക്കണമെന്ന് വാശിയുള്ളത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വളരെ വ്യക്തമായി അവരുടെ പ്രബോധനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 987 ജനുവരി മാസത്തിൽ ഇറങ്ങിയ പ്രബോധന മാസികയിൽ പ്രവാചകരുടെ ശരീരം മണ്ണ് തിന്നും എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ വളരെ വ്യക്തമായി അവരെഴുതി വെക്കുന്നു, പ്രവാചകന്മാരുടെ മൃതദേഹങ്ങൾ മണ്ണു തിന്നണമെന്ന് ഈ ലേഖകന് യാതൊരു ശാഠ്യവുമില്ല. അവ എന്നെന്നും കേടുകൂടാതെ ഇരിക്കുമെങ്കിൽ ഇരുന്നോട്ടെ, ഒരു വിരോധവുമില്ല. എന്നാൽ പ്രവാചക ശരീരം മണ്ണു തിന്നുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ആധികാരികമായ തെളിവൊന്നും ഈ ലേഖകൻ കണ്ടിട്ടില്ല. ഈ ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ജീവിച്ചിട്ടുണ്ടല്ലോ. അവരിൽ ആരുടെയും മൃതദേഹം കേടുകൂടാതെ ഇരിക്കുന്നതായും അറിവില്ല. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ, ഈമാനുള്ള സഹോദരന്മാർ ശരിക്കും ചിന്തിക്കണം, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ